Good morning. വെൽക്കം ടു നിഷി ടീച്ചേഴ്സ് ക്ലാസ് റൂം. എല്ലാവരും സേഫായിട്ടിരിക്കുകയല്ലേ? എത്രയും പെട്ടെന്ന് ടീച്ചേഴ്സിനും മക്കൾക്കും ഒരുമിച്ച് കൂടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചാപ്റ്റർ 2 ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ഓൾജിബ്ര. ഒരു ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ എന്ന നിലയിൽ കമ്പ്യൂട്ടറിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അല്ലേ? ലൈക്ക് നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, ഇമേജസ്, വീഡിയോസ് ആൻഡ് സൗണ്ട്സ്. ഈ ഡാറ്റയൊക്കെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടും വരും. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും തന്നെ ഫങ്ഷൻ ചെയ്യുന്നത് 2 സ്റ്റേറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഏതൊക്കെയാണ്? ഓൺ ആൻഡ് ഓഫ്. ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ 2 സ്റ്റേറ്റ്സിനെ ബേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 2 ഓപ്പറേഷൻസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയും. അതായത് 2 സ്റ്റേറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ബൈനറി ഓപ്പറേഷൻസ് ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യം വരുന്നതാണ്. എന്തായാലും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വിവിധ തരം ഡേറ്റയെക്കുറിച്ചാണ്. അതായത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റയെക്കുറിച്ച്, അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഇതിൽ നിന്ന് 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു 60 ആണ്, ഔട്ട് ഓഫ് 60 ആണ് നമുക്ക് തിയറി എക്സാം നടക്കുന്നത്. അതിൽ 9 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ഓൾജിബ്ര. അതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമുക്ക് പഠിക്കേണ്ടത് ഡേറ്റ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നും നമ്പർ സിസ്റ്റവുമാണ്. നമ്പർ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ? ഓക്കെ. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഡേറ്റ റെപ്രസെൻറ്റേഷനാണ്. ഡേറ്റ റെപ്രസെൻറ്റേഷൻ പറയുന്നതിന് മുൻപ് ഏതൊക്കെ ഡേറ്റയായിരുന്നു നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു ടീച്ചർ. ഏതൊക്കെയായിരുന്നു? നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, ഇമേജസ്, വീഡിയോസ് ആൻഡ് ഓഡിയോ. ഈ ഡേറ്റയെല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുകയും അതിനെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാം, ആന്തരികമായി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡേറ്റ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു കമ്പ്യൂട്ടറിൽ ഡേറ്റയെ ആന്തരികമായി പ്രതിനിധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാറ്റയുടെ പ്രതിനിധാനം. അടുത്തത് നമ്പർ സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. എന്താണ് നമ്പർ? നമ്പർ എന്ന് പറഞ്ഞാൽ ഈസ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് യൂസ്ഡ് ടു കൗണ്ട്, ലേബൽ ആൻഡ് മെഷർ. അതായത് എണ്ണുന്നതിനും അടയാളപ്പെടുത്തുന്നതിനും അളക്കുന്നതിനും ഉള്ള ഗണിതശാസ്ത്രപരമായ ഉപാധിയാണ് സംഖ്യ. നമുക്ക് കൗണ്ട് ചെയ്യണ്ടേ? എന്തൊക്കെ കാര്യങ്ങൾ കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലേ? എണ്ണണം. അതുപോലെ തന്നെ അടയാളപ്പെടുത്തണം, ഇനി അളക്കണം, മെഷർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നമ്പർ കൂടിയേ തീരും. അതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റാണ് എന്ത്? നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമ്പർ സിസ്റ്റം
ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ കൗണ്ട് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ നമ്പേഴ്സ് വേണം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് വേ ആണ്, സിസ്റ്റമാറ്റിക് മെത്തേഡാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ചിട്ടയോടെ സംഖ്യകളെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയാണ് സംഖ്യാസമ്പ്രദായം. അടുത്തത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചാപ്റ്ററിൽ. ബേസ് ഓർ റാഡിക്സ്, ആധാരം അല്ലെങ്കിൽ മൂലസംഖ്യ എന്ന് പറയും. എന്താണ് ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ്? ദ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. ആ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് സിംബൽസിനെയാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. ഒരു സംഖ്യാസമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളുടെ എണ്ണത്തിനെയാണ് ആധാരം അല്ലെങ്കിൽ മൂലസംഖ്യ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഡെസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 10 അല്ലേ? അതുകൊണ്ട് ഇതിനെ ബേസ് 10 നമ്പർ സിസ്റ്റം എന്നുകൂടി പറയുന്നുണ്ട്. ആ പേരിൽ തന്നെയുണ്ട് ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ ആധാരം എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓരോ നമ്പർ സിസ്റ്റത്തെക്കുറിച്ചും നമുക്ക് 1-2 കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ദശസംഖ്യാ സമ്പ്രദായം എന്ന് പറയും. ഏതൊക്കെ സിംബൽസ് ആണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കണമെങ്കിൽ, ശമ്പളം വാങ്ങണമെങ്കിൽ, ഏതെങ്കിലും ഒരു സാധനം നമുക്ക് കടയിലേക്ക് വിൽക്കണമെങ്കിൽ ഒക്കെ, എവിടെയെങ്കിലും യാത്ര പോകണം, ബസ്സിൽ അല്ലെങ്കിൽ ടാക്സി ഫെയർ കൊടുക്കണ്ടേ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഇതിൽ ഉപയോഗിക്കുന്ന സിംബൽസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 0 മുതൽ 9 വരെ. 0 മുതൽ 9 വരെ 10 സിംബൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ബേസ് 10 ആയത്. അപ്പോൾ സിംബൽസ് യൂസ്ഡ് എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയാണ്. ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ ആധാരം എന്ന് പറയുന്നത് 10 ആണ്. ഇനി 1-2 എക്സാമ്പിൾസ്, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന 1-2 എക്സാമ്പിൾസ് പറയാം. 743 എന്നൊരു നമ്പർ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 743 ഈ നമ്പറിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്? 743ൽ 700s ഉണ്ട്, 7 നൂറുകളുണ്ട് അല്ലേ? പിന്നെ 4 10കളുണ്ട്, 4 10s ഉണ്ട്. അതുപോലെ തന്നെ 3 1s. ഇങ്ങനെ 7 നൂറും 4 10ഉം 3 ഒന്നുകളും അല്ലെങ്കിൽ 3 ഒറ്റയുമായിട്ടുള്ള ഒരു നമ്പറാണ് 743 എന്ന് പറയുന്നത്. അതായത് 7 × 100 + 4 × 10 + 3 × 1. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ നമ്പർ, അതായത് 7 × 100 4 × 10 + 3 × 1 എന്നാണ് ഇത്ര നാൾ നമ്മൾ പഠിച്ചത്. അതെങ്ങനെ കിട്ടി? അതായത് ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ പൊസിഷനെയും, റൈറ്റിൽ നിന്നുള്ള ഓരോ പൊസിഷനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 10ൻ്റെ പവേഴ്സ് കൊണ്ടാണ്. ആദ്യത്തെ റൈറ്റ് സൈഡിലെ നമ്പറിനെ, ഫസ്റ്റ് നമ്പറിനെ നമ്മൾ 10⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10⁻0 എത്രയാണ്? 1. ഏത് നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാലും അതിൻ്റെ വാല്യൂ 1. അപ്പോൾ 3 × 1. അടുത്ത പൊസിഷനിൽ 10ൻ്റെ പൊസിഷനിൽ കിടക്കുന്ന 4നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 10⁻1 കൊണ്ടാണ്. അടുത്ത നമ്പർ അല്ലേ, 100ൻ്റെ പൊസിഷനിൽ കിടക്കുന്ന 7നെ 10² കൊണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 10³ ദെൻ 10⁻4. ഇങ്ങനെ ഓരോ പൊസിഷനെയും അതിൻ്റെ പവേഴ്സ് കൊണ്ട്, 10ൻ്റെ പവേഴ്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വെയ്റ്റ് എന്ന് പറയുന്നത്, വെയ്റ്റ് ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് പൊസിഷൻ.
ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥാനവില എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും, റിലേറ്റീവ് പൊസിഷൻ അനുസരിച്ചായിരിക്കും. ആൻഡ് ഈസ് നോൺ ആസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇങ്ങനെ നമ്മൾ വെയിറ്റ്, അതായത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് വെയിറ്റ് കൊടുക്കുന്ന നമ്പർ സിസ്റ്റത്തെ എല്ലാം തന്നെ കോമൺ ആയിട്ടൊരു പേര് പറയാം, പൊസിഷണൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇക്കാര്യം എല്ലാ നമ്പർ സിസ്റ്റത്തിനും ബാധകമാണ്. അതിൻ്റെ ബേസ് അനുസരിച്ച് നമുക്ക് ഓരോ ഇതായിട്ട് പറയാം. അപ്പോൾ ബേസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിംബൽസിൻ്റെ എണ്ണമാണ്. ഇവിടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഏതൊക്കെ സിംബൽസ് ഉപയോഗിക്കുന്നു? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ 10 സിംബൽസ് ഉപയോഗിക്കുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. അതുകൊണ്ടാണ് അതിൻ്റെ ബേസ് 10 ആയത്. ഇപ്പോൾ ബേസ് എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി പഠിക്കാം. നമ്മൾ പറഞ്ഞില്ലേ വെയിറ്റ് അല്ലേ, അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ അനുസരിച്ച് നമ്മൾ വെയിറ്റ് എഴുതും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നമ്പർ 5876 അല്ലേ, 5876 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് അത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? നോക്കൂ, അതിൻ്റെ വെയിറ്റ് 6ൻ്റെ പൊസിഷനിൽ വെയിറ്റ് എത്രയാണ്? 10⁻0. ഇതാണ് നമ്പർ 5876. 6ൻ്റെ വെയിറ്റ് 10⁻0, 7ൻ്റേത് 10⁻1, 8ൻ്റേത് 10², 5ൻ്റേത് 10³ എന്നിട്ട് അതതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് അതതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതതിന് ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് സം എടുക്കുന്നു. അപ്പോഴും 5876 എന്ന് തന്നെ കിട്ടി അല്ലേ? ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഇതൊരു ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെ? ഡെസിമൽ നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, എന്ത് ചെയ്യണം? ആദ്യം ആ ഡെസിമൽ നമ്പർ എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റ് എഴുതുക, താഴെ 10 എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. അത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, അതായത് ചെറുതായിട്ട് താഴെ 10 എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഓരോ നമ്പർ സിസ്റ്റത്തിലെയും നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് എന്ന് ഈ നമ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കാൻ അതിനകത്തുള്ള ഡിജിറ്റ്സ് ആണെന്ന് അറിഞ്ഞാൽ പോരെ അല്ലേ? അതായത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എന്തിനാണ് ഇങ്ങനൊരു മെത്തേഡ് എന്ന് ചോദിക്കാം. അത് അടുത്ത നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഇങ്ങനെ ഒരു മെത്തേഡെന്ന്. ഓക്കെ. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ മറ്റ് 2 ടേംസ് കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. MSD ആൻഡ് LSD. MSD എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നും LSD എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നുമാണ്. എന്താണ് MSD അല്ലെങ്കിൽ LSD എന്ന് നോക്കാം. ഒരു ഡിജിറ്റ് ഒരു നമ്പർ നമ്മൾ എഴുതുകയാണ് 5876. കഴിഞ്ഞ എക്സാമ്പിളിൽ പഠിച്ച അതേ നമ്പർ തന്നെ നമ്മൾ എടുക്കുന്നു. 5876 ഈ നമ്പർ എഴുതുമ്പോൾ നമുക്കറിയാം 6 ones, 7 tens, 800s, 5000s ഒക്കെ നമ്മൾ റിലേറ്റീവ് പൊസിഷനൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ശരി, ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഡിജിറ്റ് 5 ആണ് അല്ലേ? എന്താ കാര്യം? 5000s ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഡിജിറ്റ് 5 ആണ്. അതായത് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അതിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അതല്ലേ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ് ഏതായിരിക്കും? സംശയമില്ല, റൈറ്റ് മോസ്റ്റ് ഡിജിറ്റായ 6 ആയിരിക്കും ഇവിടുത്തെ LSD അല്ലേ? അപ്പോൾ 5876 ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റായിട്ടുള്ള 5നെ MSD എന്നും റൈറ്റ് മോസ്റ്റ് ബിറ്റായിട്ടുള്ള 6നെ LSD എന്നും പറയുന്നു. ആ വേർഡിൻ്റെ മീനിങ്ങിൽ തന്നെയുണ്ട് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഒരേ ഒരു നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, ഡെസിമൽ നമ്പർ സിസ്റ്റം.
എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം അടുത്ത നമ്പർ സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുൻപ് ഇതിനെ നന്നായി മനസ്സിലാക്കി വെക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. താങ്ക് യു.